ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരല്പം ചെറിയ ജീരകവും ഉലുവയും കൂടി ഇതേപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട കേട്ടോ. അതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വരുള്ളൂ. ഇനി ജീരകവും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരല്പം സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർക്കുക. ഇനി ആ ചട്ടിയുടെ ചൂടി കിടന്ന് തന്നെ സവാളയും കൂടി ഒന്ന് വാടി വരട്ടെ. ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കുക. ഇനി വേണം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരല്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തതിന് ശേഷം ടൊമാറ്റോ ഇതുപോലെ വട്ടത്തിലരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ടൊമാറ്റോ ആവിയിലിരുന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. അതിന് ശേഷം എല്ലാം കൂടി ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മൾ ആദ്യമേ തന്നെ സവാള ഓയിലിലിട്ട് ഇങ്ങനെ വഴറ്റി ആകുമ്പോൾ ടൊമാറ്റോ ഒന്നും അങ്ങനെ ഉടഞ്ഞ് വരില്ല കേട്ടോ. ഇതാകുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടും. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇതിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ആക്കുക. ഇനി ഇതുപോലെ തലക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫിഷിൻ്റെ തല ഇതുപോലെ ഉപ്പും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. തലക്കറിയൊക്കെ എല്ലാ വീടുകളിലും മിക്കവരും വെക്കണത് തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഈ ഫിഷിൻ്റെ ഈ തലഭാഗം എന്ന് പറഞ്ഞാൽ തലഭാഗമുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ഭാഗങ്ങളും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. വാലിൻ്റെ പീസ്, ചെറിയ ഒരു പീസസും എല്ലാം നമ്മൾ നല്ല ഫ്ലഷ് ആയിട്ടുള്ള പാർട്സ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കുറച്ചൊക്കെ ഒരു പീസ് വേണം. ഇനി ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണെങ്കിലും ഒരല്പം ഉപ്പും കൂടി വേണ്ടി വരും. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ചതിന് ശേഷം മാത്രം ഇതേപോലെ ഒരിത്തിരി വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യമേ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഫിഷ് മീനിട്ടതിന് ശേഷം ഒരുപാട് അങ്ങനെ മിക്സ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇത്തിരി ഉപ്പും വിനാഗിരി കൂടിയൊക്കെ ചേർത്തത് കൊണ്ട് ഇതുപോലെ മുകൾ ഭാഗത്തേക്കൊന്ന് കോരി ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒരുപാട് കറിയിൽ ചാറ് വെച്ചിട്ടില്ല കേട്ടോ, ഗ്രേവി ഒരുപാട് വെച്ചിട്ടില്ല. റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് പച്ച കറിവേപ്പില ഫ്രഷായിട്ടുള്ള ചേർത്ത് കൊടുക്കുക. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നല്ല അടിപൊളി സ്മെല്ലാണ് കിച്ചണിൽ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു തലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഉലുവയും ചെറിയ ജീരകമൊക്കെ വറുത്ത് ചേർത്തത് കൊണ്ട് തന്നെ കറിക്കൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ചോറിനും കപ്പക്കൊക്കെ നല്ല സൂപ്പർ മാച്ചായിട്ട് വരുന്ന കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കമൻറ്റ്സ് അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.